ഇപ്പോൾ ഞങ്ങൾ ഭവാനി ഐലൻഡിൽ നിന്നും പ്രകാശം ബാരേജിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ റോഡിന് നടുവിൽ ഒരു ഹോഴ്സിനെയും ജിറാഫിനെയും അതിൻ്റെ സ്റ്റാച്ചു നമുക്ക് കാണാം. അതുപോലെ റോഡിന് നടുവും രണ്ട് സൈഡും നന്നായിട്ട് പെയിൻ്റ് അടിച്ച് നല്ല ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഓരോ ഫ്ലൈയിങ് ഓവറിൻ്റെയും തൂണുകളൊക്കെ നന്നായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്കൊരു തത്തയെ, ഒരു പാരറ്റിനെ നമുക്ക് കാണാം. അത് കണ്ടാൽ നല്ല ഒറിജിനൽ തത്തയെ പോലെ തോന്നും. പിന്നെ ഈ വിജയവാഡയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു വശം കുന്നുകളാണ്, മറുവശം കൃഷ്ണ നദിയുമാണ്. ഇതിൻ്റെ നടുവിലാണ് ഈ റോഡ് സ്ഥിതി ചെയ്യുന്നത്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കുന്നുകൾ, അതുപോലെ ഫ്ലൈയിങ് ഓവർ നമുക്ക് കാണാം. അതിൻ്റെ ഓരോ തൂണിനും ഓരോ തരത്തിലാണ്, ഓരോ കളറിലും പ്രത്യേക വിധത്തിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്കൊരു 5 mgd ഇൻടേക്ക് വെൽ കാണാൻ സാധിക്കും. ഈ 5 mgd ഇൻടേക്ക് വെൽ ഈസ് എ സ്ട്രക്ചർ യൂസ് ടു കളക്ട് വാട്ടർ ഫ്രം കൃഷ്ണ റിവർ. 5 million gallons ഓഫ് വാട്ടർ ഇൻ 1 day. 5 mgd ഇൻടേക്ക് വെൽ എന്നത് നദിയിൽ നിന്ന് വെള്ളം ശേഖരിക്കുന്ന ഒരു വലിയ കിണറാണ്. നദിയിലെ വെള്ളം ഈ കിണറിലേക്ക് എത്തിച്ച് പമ്പ് ചെയ്ത് വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിലേക്ക് അയക്കും. അവിടെ ശുദ്ധീകരിച്ച് കുടിവെള്ളത്തിന് ഉപയോഗിക്കുന്നു. ഇതൊരു വലിയ കിണറാണ്. ഈ നദിയിൽ നിന്ന് വെള്ളം ഈ കിണറ്റിലേക്ക് ശേഖരിച്ച് അത് ശുദ്ധീകരിച്ച് വിജയവാഡയിലുള്ള പട്ടണ പ്രദേശത്ത് താമസിക്കുന്ന എല്ലാവർക്കും ഈ വെള്ളം എത്തിച്ചു കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് നടപ്പാതയുണ്ട്. ആ നടപ്പാതയിലൂടെയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ ഞങ്ങൾ പറഞ്ഞ പോലെ ഒരു സൈഡ് കുന്നും മറു സൈഡ് റിവറുമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭവാനി ഐലൻഡ് ഭവാനി ഐലൻഡ് നമുക്ക് കാണാം. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഭവാനി ഐലൻഡും ഇവിടെ ഒരു ടെമ്പിളുണ്ട്. ആ ടെമ്പിളും പ്രകാശം ബാരേജ് എല്ലാം അടുത്തടുത്താണ്. നമുക്ക് നടക്കുവാണെങ്കിൽ ഇതെല്ലാം ഭംഗിയായിട്ട് കാണാൻ സാധിക്കും. Now we are going to see a famous temple, Kanaga Durga Temple entrance, which is located on Indrakeeladari hill beside the Krishna river. ഇപ്പോൾ കാണുന്നത് ഭവാനി ഐലൻഡ് ആണ്. ഇപ്പോൾ കാണുന്നത് പ്രശസ്തമായ കനകദുർഗ ക്ഷേത്രത്തിൻ്റെ കവാടമാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് ഇന്ദ്രകീലാദ്രി ഹിൽ എന്ന മലമുകളിലാണ്. ഇതാണ് കവാടം. ഇതുണ്ട് നമ്മൾ കാണുന്നത് ബസ്സാണ്. അത് അപ്പുറത്തുനിന്ന് നമുക്ക് സ്റ്റെപ്പ് കയറി പോകാനുള്ള ബുദ്ധിമുട്ടുള്ളവർക്ക് ഇതിലൂടെ യാത്ര ചെയ്ത് ഇതിൻ്റെ മുകളിലെത്താൻ പറ്റും. ഓരോ പത്തും പ്രകാശം ബാരേജിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇതാണ് പ്രകാശം ബാരേജ്. Prakasham Barrage is a famous barrage built across the Krishna River. It was built in 1957 and named after Tangudiri Prakasham Pantalu. The barrage connects Vijayawada and Guntur districts. Its length is about 1.2 km across Krishna River. It stores water from the Krishna River and supplies it for irrigation and drinking purposes. It also controls the flow of water to protect nearby areas. The barrage looks very beautiful at night with the colorful lights
So it is also a popular tourist attraction. പ്രകാശം ബാരേജ് എന്നത് വിജയവാഡ നഗരത്തിലെ കൃഷ്ണ നദിക്ക് മുകളിലൂടെ നിർമ്മിച്ച ഒരു പ്രശസ്തമായ ബാരേജാണ്. ഇത് 1957 നിർമ്മിക്കപ്പെട്ടു. സ്വാതന്ത്ര്യ സമര സേനാനിയും മുൻ മുഖ്യമന്ത്രിയുമായ തങ്കൂതിരി പ്രകാശം പണ്ടുലയുടെ പേരിലാണ് ഇത് നാമകരണം ചെയ്തത്. ഇതിൻ്റെ നീളം ഏകദേശം 1.2 കിലോമീറ്ററാണ്. ഈ ബാരേജ് വെള്ളം ശേഖരിച്ച് കൃഷിക്കായി ഉപയോഗിക്കാൻ സഹായിക്കുന്നു. കൂടാതെ കുടിവെള്ള വിതരണത്തിനും ഇത് പ്രധാനമാണ്. ഇതാണ് ഇതിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട്. ഇപ്പൊ ഇവിടെ ഒട്ടും വെള്ളം കാണുന്നില്ലല്ലോ സർ. അത് ബ്ലോക്ക് ചെയ്തേക്കുവാണ്. ഇനി അവർ തുറന്നു വിടുമ്പോഴേ അവിടെ വെള്ളം വരുള്ളൂ. വെള്ളത്തിന്റെ കുറവ് കൊണ്ടാണ്. പിന്നെ ഇപ്പം സമ്മർ സീസണും കൂടിയാണ്, മഴയും കുറവാണ്. മറുവശം നമുക്കൊരു ഹില്ല് കാണാം. ഭവാനി ഐലൻഡ് കാണാൻ വരുന്നവർക്ക് ഭവാനി ഐലൻഡ് കാണാം. പ്രകാശം ബാരേജ്, കനകദുർഗ ടെമ്പിൾ, പ്രസിദ്ധമായ കനകദുർഗ ടെമ്പിൾ ഇതെല്ലാം കാണാൻ സാധിക്കും. എല്ലാം അടുത്തടുത്ത രാജീവ് ഗാന്ധി പാർക്കും ഉണ്ട്. നമുക്ക് 3 കിലോമീറ്ററേ ഉള്ളൂ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഭവാനി ഐലൻഡിലേക്ക്. ഇതിനിടയ്ക്കാണ് പ്രകാശം ബാരേജ്, പാർക്ക്, ഇതെല്ലാം ഇതിനിടയ്ക്കാണ്. ആ ടെമ്പിളും ഇതിനിടയ്ക്കാണ്. ഇതാണ് നൈറ്റ് വ്യൂ. രാത്രി സമയത്ത് ലൈറ്റുകൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നതിനാൽ ഇത് വളരെ മനോഹരമായി കാണപ്പെടുകയും ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായി മാറുകയും ചെയ്തിട്ടുണ്ട്. നല്ല സീനറി അല്ലേ? പ്രകാശം ബാരേജ് ഈസ് ബ്യൂട്ടിഫുള്ളി ഇലുമിനേറ്റഡ് ഇൻ ദ നൈറ്റ്. thousands of people are coming and watching the scene. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും നൈറ്റ് വ്യൂ ആണ്. ഇത് കാണാൻ വളരെ മനോഹരമാണ്. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണം. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.